ഹലോ, വെൽക്കം ടു കുക്കുത്തിലാൽ. ഇന്നത്തെ ഈ ഒരു 5 രൂപ ലേസ് പാക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു മിഠായി ഉണ്ടാക്കാം. സിമ്പിളാണ്, 5-10 രൂപ മതി. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആകെ ശർക്കരയും ഇതും മാത്രം മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കാനായിട്ട് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതിന് അടി പിടിക്കും. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മളെ കപ്പലണ്ടി മിഠായിയുടെ സെയിം ഫോർമാറ്റ് ആണ്. കപ്പലണ്ടി മിഠായി തന്നെ, നമ്മൾ കപ്പലണ്ടി ഒരു ലൈസ് എടുത്തുന്നുള്ളൂ. നമുക്ക് ഈ ലൈസ് ഒക്കെ അവിടെ ഒന്ന് പൊടിച്ചിടാം. പൊടിക്കാന്ന് വെച്ചാൽ പൊടിയാകണ്ട, വെറുതെ ഒന്ന് ഞെക്കി വിട്ടാൽ മതി. നമ്മളെ ശർക്കര ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലൈസ് ഇട്ട് കൊടുക്കാം. ഈശ്വര, ലൈസ് കുറഞ്ഞു പോയാൽ നീ തിന്ന ലൈസ് നീ വാങ്ങിച്ചിട്ടുണ്ടോ? മിഠായി തന്നെ ആവണമെന്നുണ്ടോ? ഇതിപ്പോ എങ്ങനെ ഉരുട്ടും? വാങ്ങച്ചാറല്ല, ചൂടാറിയിട്ട് ഉരുട്ടാൻ പറ്റുള്ളൂ. ഞാൻ കൈ പൊള്ളി നിറഞ്ഞ നാശം. രസമുണ്ട്. ഇതൊന്ന് ചൂട് ആറണോട്ടാ, ഞാൻ കൈ പൊള്ളി പോകും. പിന്നെ കൈ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പിന്നെ വേറെ ഒന്നും തിന്നാൻ പറ്റില്ല. നമ്മളെ മിഠായി റെഡി ആയിരുന്നു, പക്ഷെ ചെറുതായിട്ട് പാടിപ്പോയി. ഇപ്പൊ നമുക്ക് ഫെയിൽഡായി. കാണിച്ചു തരാനൊന്നുമില്ല. ഇത് നമുക്ക് ചില്ലി ചിക്കൻ മിഠായി ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് പാടിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കപ്പലിന്റെ മിഠായി പോലെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ ഈ ഒരു പരിപാടി കുഴയ്ക്കാൻ പറ്റൂല, കൈ നമ്മള് പൊള്ളും. അപ്പൊ ഇത് ദയവ് ചെയ്ത് ആരും വീട്ടില് ഉണ്ടാക്കണ്ട. ഇതിന്റെ വേറൊരു റെസിപ്പി നമ്മള് വീണ്ടും ഉണ്ടാക്കി തരും. ഓക്കെ, ചീറ്റി പോയെങ്കിലും സാധനം കുഴപ്പമൊന്നുമില്ല, സാധനം ടേസ്റ്റ് ഉണ്ട്. ശർക്കര കൂടിപ്പോയി, ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ ചീറ്റി പോയി. അടുത്ത തവണ നമ്മൾ വീണ്ടും വരും. അതുവരേക്കും നിങ്ങളെല്ലാവരും നമ്മൾ അടുത്ത വീഡിയോ കേട്ട് കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുവരേക്കും ബൈ.